പ്രായപരിധി 75 വയസ്സായി തുടരുമെന്ന് പ്രകാശ് കാരാട്ട്. മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പിണറായി വിജയന് കഴിഞ്ഞ തവണ ഇളവ് നൽകിയത്. ഇളവ് തുടരണമോ എന്ന പാർട്ടി കോൺഗ്രസിൽ തീരുമാനമുണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. It was implemented from the last party congress. But there was exception. Only one exception in the central committee, that was for the Chief Minister of Kerala. Because he is Chief Minister, he has to be in the leadership. That is something which we cannot decide, because as long as he is elected by the people and becomes Chief Minister. But otherwise we gave no exemption. And that is, you see, we have made a constitutional provision in the last party congress, where the central committee will decide the age limit for the central committee and give directions for the age limit for the lower committees. So that has been implemented last time, and we will continue to implement it this time. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഈ പാർട്ടി ഭരണഘടന പ്രകാരമുള്ള പ്രായപരിധി അത് ഇളവായി പിണറായി വിജയൻ അടുത്ത ഊഴം കിട്ടുമോ എന്നുള്ള ചോദ്യമായിരുന്നല്ലോ. അതിനോട് എന്ത് പ്രതികരണമാണ് നൽകിയത് കാരാട്ട്? പ്രദേശ് 24-ാം പാർട്ടി കോൺഗ്രസിന് വേണ്ടിയുള്ള കരട് രാഷ്ട്രീയ പ്രമേയം പുറത്തിറക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. കഴിഞ്ഞ തവണയാണ് ഈ പ്രായപരിധി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൽ ഒരേ ഒരു ഇളവ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി ആയതുകൊണ്ടാണ്. അടുത്ത പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപായിട്ടാണ്. നമ്മൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപായിട്ടാണ് കേരളത്തില്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വീണ്ടും PBCC കമ്മിറ്റികളിൽ തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. പക്ഷേ CPM ഈ പ്രായപരിധി 75 വയസ്സ് എന്നുള്ള പ്രായപരിധി അത് കർശനമായി തുടരുകയാണെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ ഒരു തലമുറ മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ശരി, അർജുൻ പീതാംബരൻ.